കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ഒരു വെറൈറ്റി ഉണ്ട്, ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട് പടം. അയ്യോ, മൈൻഡ് ബ്ലോയിങ്. വിശാഖ് ഇസ് ഡൂയിങ് വെരി വെൽ. മൈൻഡ് ബ്ലോയിങ് പിക്ചർ. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. വെരി സിനിമയാണ്, ഒരു വ്യത്യസ്ത ജോണറിൽ ചെയ്തിരിക്കുന്ന പടമാണ്. അതിൻ്റെ ഒരു എന്തായാലും യൂട്യൂബേഴ്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. ആ ഫുട്ടേജ് എന്നുള്ള സാധനം തന്നെയാണ് ഇൻഡസ്ട്രി. ഇഷ്ടപ്പെട്ടായിരുന്നു മൂവി? മേക്കിംഗ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല പടം. നല്ല പെർഫോമൻസ്, നല്ലൊരു പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ് പടം. നന്നായിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളി. പടം അങ്ങനെ ഇഷ്ടപ്പെട്ടു, നല്ല ഫിലിമായിരുന്നു. ഓ അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയത്. പ്രീമിയറിന് അന്ന് ആ ഒരു ഷോക്കിലായിരുന്നു. ഇന്ന് ഫുള്ളായിട്ട് പടം കണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റി. വളരെ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അതെ അതെ, പരിചയമില്ലാത്ത ജോണറും പരിചയമില്ലാത്തൊരു ലെവൽ ഓഫ് മേക്കിംഗ് ആണ് എൻ്റെ. അപ്പോൾ എന്തായാലും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പ്ലോട്ട് ഹെവി ഫിലിം അല്ല. ഇപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കണ്ടോ? പടം കണ്ടായിരുന്നു? എന്ത് തോന്നി? എനിക്ക് തോന്നി കുഴപ്പമില്ല. ഓക്കെ, അടിപൊളി. താങ്ക് യു സോ മച്ച്. ലൈക്ക് വിശാഖ ഒന്നിൽ പ്രീമിയറിനെ കണ്ടപ്പോൾ ഫുൾ ടെൻഷനും ആങ്സൈറ്റി എല്ലാം അടിച്ചിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഇപ്പം കുറച്ചൊരു കാമറായി കണ്ടു. എന്ന് ഐ എം ഫീലിംഗ് സോ ഹാപ്പി. എനിക്ക് ഇത്രയും വലിയൊരു നല്ലൊരു പ്രോജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞു. ആൻഡ് ലൈക്ക് കണ്ടു കാണല്ലോ, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു എക്സ്പീരിയൻസും. ഇറ്റ് വാസ് വെരി ഹാർഡ് ടു പെർഫോമൻസ് ഫിലിം. ബട്ട് ചാലഞ്ച് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും വി ഓൾ വർക്ക് ടുഗെദർ ആസ് എ ടീം. ഐ എം ഹാപ്പി. ഇനി ഓഡിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഫോൺ ഫുട്ടേജ് ആദ്യമായിട്ടാണ് മലയാളത്തിൽ വന്നത്. അത് ഭയങ്കര വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ക്ലീൻ, അടിപൊളി പടം. നല്ല പെർഫോമൻസ്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ പോയതറിഞ്ഞില്ല, അടിപൊളി. എന്താ പറയുന്നത്, കണ്ട് തന്നെ അറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. എല്ലാവരുടെയും പെർഫോമൻസ്, എഡിറ്റിംഗ്, ടെക്നിക്കലി യു ഹാവ് ടു വാച്ച് ദിസ് മൂവി. ടെക്നിക്കലിയും സൗണ്ട് വൈസും ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വൈസും മൂവി കിടിലമാണൊന്നും പറയാനില്ല. പിന്നെ മലയാളത്തിൻ്റെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൗണ്ട് ഫുട്ടേജ് മൂവിയാണ്. നമുക്ക് പലരും, എനിക്കും ഞാൻ ആദ്യമായിട്ട് ഇതിന് ഡബ് ചെയ്യാൻ പോകുമ്പോഴാണ് എന്താണ് ഫൗണ്ട് ഫുട്ടേജ് മൂവി എന്ന് അറിയുന്നത് തന്നെ. ഡബ് ചെയ്ത പ്രോസസ്സിൽ കണ്ടപ്പോൾ ഓക്കെ ഒരു ഐഡിയ കിട്ടി. പക്ഷേ നമ്മളെപ്പോലെ ഫൗണ്ട് ഫുട്ടേജ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഈ മൂവി കാണുമ്പോൾ ആ സംശയം മാറി കിട്ടും എന്ന് തോന്നുന്നു. യെസ്, എങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഐ എം സോ ഹാപ്പി, ഗ്രേറ്റ്ഫുൾ. യെസ്, അടിപൊളി. ടെക്നിക്കലി എന്താ പറയുക, ബ്രില്യൻറ്റ്. എന്താ പറയുക, പിന്നെ ഡയറക്ഷൻ ആയാലും ഫോട്ടോഗ്രാഫി ആയാലും സൗണ്ടൊക്കെ എന്തായിരുന്നു. അതിങ്ങനെ എടുത്തിങ്ങനെ ഈ മൂവിക്ക് ഭയങ്കരമായിട്ട് എന്താ, സോറി ഞാൻ സ്പീഡിൽ വന്നുകൊണ്ടാണൊക്കെ എൻഹാൻസ് ചെയ്ത് നിന്നു. പിന്നെ ആക്ടിങ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും അടിപൊളി. നല്ലൊരു പിന്നെ ട്രീറ്റ്മെൻറ്റാണ്. മലയാളത്തിൽ ഇതാദ്യമായിട്ട് കീടില്ല, വേറൊന്നും പറയാനില്ല. അതായത് മഞ്ജു വാര്യറിനെ കാണാൻ വരുന്നവർക്കായാലും എല്ലാം പിന്നെ ടെക്നിക്കലി ആയാലും വന്ന് കാണുന്നവർക്ക് നല്ലൊരു സദ്യ കിട്ടിയ പോലെ ആയിരിക്കും. സോ ഹാപ്പി. യെസ്, ഫുട്ടേജ് ഈ ഒരു ജോണർ നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പം നല്ല ഒരു ആഗ്രഹത്തിലായിരുന്നു കാണാൻ വേണ്ടി വന്നത്. നല്ലോണം ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പെർഫോം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐ മീൻ ആ മൂവി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. നല്ല രസമുണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസാണ്. അഭിനയം, അതാ ഞാൻ പറഞ്ഞ, അഭിനയമായിട്ടും ഫീൽ ചെയ്യില്ല. നമ്മൾ അവിടെ പെട്ടുപോയതാണ്. ഞാൻ ഇറങ്ങി വന്നിട്ട് നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഒരു മലയാളത്തിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് സിനിമ കാണണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബിക്കോസ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ അതിൻ്റെ സൗണ്ടും സിനിമാറ്റോഗ്രഫിയൊക്കെ ഫുൾ ഓൺ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വരണം. അടിപൊളി പെർഫോമൻസ്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളായിരുന്നു. ഇതുവരെ കാണാത്ത പെർഫോമൻസ്. ഇപ്പം വിശാഖായാലും ലൈക്ക് തുടങ്ങിയത് കുപ്പിയിൽ നിന്നും ഈ ഒരു സിനിമ കാണുമ്പം നിങ്ങൾക്ക് തന്നെ ആ ഒരു ഗ്രാഫ് മനസ്സിലാവും. ഇപ്പം മഞ്ജു ചേച്ചി ആണെങ്കിലും ഇതുവരെ കാണാത്ത ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഗായത്രിയുടെയും എക്സ്ട്രീം കുറേ ഫിസിക്കലായിട്ടുള്ള ഹാർഡ് വർക്ക് ഇട്ടിട്ടുള്ള പെർഫോമൻസ് ആണ് ഇവിടെ. അപ്പം അത് കാണാൻ പറ്റും. മേ ബി അവർക്കും ഇതൊരു ഡിഫറെൻറ്റ് ഫിലിം, ഓഡിയൻസിനൊരു ഫ്രഷ് ഫിലിമായിട്ട് അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് കൊടുക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കും ഫുട്ടേജ് എന്ന് പറഞ്ഞ ആ സിനിമ തിരഞ്ഞെടുത്തത്. ആൻഡ് ഇപ്പം മലയാളത്തിലും കമേഴ്ഷ്യൽ സക്സസ് മാത്രമല്ലല്ലോ, എത്ര എക്സ്പെരിമെൻ്റൽ ഫിലിംസാണ് ഇറങ്ങുന്നത്. അപ്പം സക്സസ് അതിലല്ലല്ലോ. അപ്പം ഇത് ഓഡിയൻസിൻ്റെ കയ്യിലാണ്.